വലിയൊരു സത്യം മറച്ചു വെച്ചതുകൊണ്ട് പിടിക്കപ്പെടാതെ നോക്കണം രണ്ടാളും. ഞാൻ പിന്നെ വിളിച്ചോളാം മോളെ. ശരി അമ്മേ. പോട്ടെ മോളെ. ശരി. നല്ലൊരു അമ്മയാ. ആ അമ്മയ്ക്ക് ഒരബദ്ധേ പറ്റിയിട്ടുള്ളൂ. ഏട്ടത്തിയുടെ അച്ഛൻ മരിച്ച ശേഷം ഒരു രാക്ഷസനെ കല്യാണം കഴിച്ചു. അമ്മയ്ക്ക് ഇഷ്ടമുണ്ടായിട്ട് കെട്ടിയതല്ല അമ്മ, ബന്ധുക്കളെല്ലാം കൂടെ ചെയ്ത പണിയാ. അതുകൊണ്ട് ശരിക്കു പറഞ്ഞ അമ്മയുടെ കണ്ണീര് തോർന്നിട്ടില്ല ഇതുവരെ. നവാ. എന്റെ ദേവി, ഇനി അനിഷ്ട സംഭവങ്ങളൊന്നും ഇല്ലാതെ ഞാനും കണ്ണേട്ടനും ഞങ്ങളെ സ്നേഹിക്കുന്നവർ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങളുടെ കുഞ്ഞ് ജനിക്കണേ. ഈ പരീക്ഷണങ്ങളെല്ലാം ഒഴിവാക്കണേ എന്റെ ദേവി. അമ്മേ, മഹാമായേ. കുറച്ച് ആയുർവേദ കൂട്ടെല്ലാം കൂടി ഇട്ട് തിളപ്പിച്ച കാപ്പിയാ കുടിക്ക്. ഇത് ഒരു പ്രേതസംഹാരിയാ. പ്രേതസംഹാരിയോ? വേദന സംഹാരി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പ്രേതസംഹാരി ഇത് ആദ്യമായിട്ടാ കേൾക്കുന്ന അമ്മേ. നീ ഇത് കുടിക്കുന്നില്ലേ? എടാ, ഇത് കുടിച്ചു കഴിഞ്ഞാൽ പ്രേതത്തെ പേടിക്കണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ മൊബൈലിൽ കണ്ടത്. അയ്യോ, മൊബൈലൊക്കെ നോക്കിയിട്ടൊന്നും കലക്കി തരല്ലേ അമ്മേ? എന്നാ പിന്നെ നീ ഇത് കുടിക്കണ്ട. എടാ, വിഷുവായിട്ടാണ് നീ വൃത്തികെട്ട ആത്മാവിനെ കണ്ടത്, അതും നീ കൊന്ന ആത്മാവിനെ. ശരി ശരി, ഞാൻ കുടിക്കാം. ആ, കുടിക്കേ. കുടിക്കടാ. ഓ, മൂക്ക് പൊത്തി പിടിക്കുന്നു. ഇങ്ങനെ മുഖം മാറാനായിട്ട് ഞാൻ മദ്യമൊന്നും അല്ലല്ലോ കലക്കി തന്നത്. വെള്ളം ഒഴിക്കാതെ മദ്യം കലക്കി തന്ന പോലെയാണല്ലോ നിന്റെ മുഖത്തെ ഓരോരോ ഭാവപ്രകടനങ്ങള്. ഉടലെ കത്തിപ്പോയമ്മേ. ആഹാ, അത് കുരുമുളകിന്റെ ശക്തിയാടാ. ഞാൻ കൊടുങ്ങല്ലൂരമ്മയെ ധ്യാനിച്ചിട്ടാണ് കുരുമുളക് പൊടിച്ചതിനകത്തിട്ടത്. പ്രേതവും ബാധയൊക്കെ ഒഴിപ്പിക്കാൻ അമ്മയെ ധ്യാനിച്ച് ഇത് കുടിക്കുന്നത് വളരെ നല്ലതാണ്. വേണ്ടമ്മേ, കുടിക്കടാ. ഒറ്റയാടി. ആ, കുടിച്ചിട്ട് നോക്കിയപ്പോ കണ്ടത് അമ്പലത്തിൽ പോയി നമ്മളൊക്കെ നശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരുത്തിയാണല്ലോ അമ്മേ. എടാ, അത് അമ്മ നമുക്ക് സത്യം കാണിച്ചു തന്നതാടാ. വിഷുവായിട്ട് അമ്പലത്തിൽ പോയി നന്നായി പ്രാർത്ഥിച്ചോ? മോളെയൊക്കെ കണ്ടായിരുന്നോ? ഞങ്ങളൊക്കെ വിഷുവായിട്ട് ഭഗവാനെയാ കണി കണ്ടത്. പിന്നെ വിഷു കണിയും കണ്ടു. ഇവിടെ ഒരാള് പ്രേതത്തെ ആയി പോയില്ലേ? പ്രേതത്തെ ആരൊക്കെ ഇളക്കി വിടുന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട്. പ്രേതത്തെ ആരും ഇളക്കി വിടുന്നതല്ല, സ്വന്തം പ്രവൃത്തികൾ അത്രയ്ക്ക് മോശമാ. അതുകൊണ്ട് മരിച്ചുപോയവരൊക്കെ ചിലപ്പോ ഉറക്കത്തിൽ വന്ന് ശല്യം ചെയ്തെന്നു വരും. പ്രത്യേകിച്ച് കണ്ണന്റെ അച്ഛൻ. ദേ, ഇനിയെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചാ അത്തരം കാഴ്ചകളൊന്നും കാണേണ്ടി വരില്ല. പ്രത്യേകിച്ച് കണ്ണനെയും ലക്ഷ്മിയെയും ശല്യം ചെയ്യാൻ പാടില്ല. കണ്ണന്റെ കാര്യം എന്തിനാടി നീ പറയുന്നേ? കണ്ണനെ ഇപ്പൊ ഞങ്ങള് ശല്യം ചെയ്യുന്നില്ലല്ലോ. അവനിപ്പോ ഞങ്ങളെ സ്നേഹിക്കുന്ന കൂട്ടത്തിലാ, പ്രത്യേകിച്ച് ഞങ്ങളുടെ കൊച്ചിനെ. അങ്ങനെയുള്ള കണ്ണനെ ഞങ്ങൾ ദ്രോഹിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഇപ്പൊ കണ്ണനെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് നിന്റെ മോളാ. അതുകൊണ്ട് കണ്ണന്റെ അച്ഛൻ അവളെ വെറുതെ വിടുമെന്ന് തോന്നില്ല.
എന്തൊക്കെ പറഞ്ഞാലും ശരി, എന്റെ മോള് പ്രേതത്തെ കണ്ട് ഇതുവരെ പേടിച്ചിട്ടില്ല. കണ്ണന്റെ അച്ഛൻ മോളെ ശല്യം ചെയ്തിട്ടുമില്ല. അമ്മേ, കണ്ണനെ ദ്രോഹിക്കുന്ന അവളുടെ മോളെ എന്തുകൊണ്ടായിരിക്കും ആ വൃത്തികെട്ട പ്രേതം ശല്യം ചെയ്യാത്തെ? ഒരു കാര്യം ചെയ്, ഇനി നിന്റെ മുറിയിലേക്ക് ആ പ്രേതം വരും. അപ്പൊ അതിനോട് തന്നെ ചോദിക്ക്, എന്താണ് അവരെ ശല്യം ചെയ്യാത്തതെന്ന്. അമ്മ എന്താ എന്നെ കളിയാക്ക? അല്ലാതെ പിന്നെ ഇതിനൊക്കെ പിന്നെ എന്ത് മറുപടിയാ പറയേണ്ടത്? എന്തായാലും ഇത്തവണത്തെ വിഷു പ്രേതമായി പോയി. അമ്മ എന്താമ്മേ എന്നെ ഇങ്ങനെ നോക്കത്തെ? അല്ല, ആ പ്രേതത്തെ കൊണ്ട് നടക്കില്ലേ നീ? ഇനിയിപ്പൊ നിന്നെ ഞാൻ പേടിക്കണം. ചിലപ്പോ നീ എന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കിക്കളയും. അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ? 10-20 വർഷം കൂടെ ആയുസുണ്ടെന്നാ ജോത്സ്യൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോ നിന്റെ ദേഹത്ത് കയറിയ ആത്മാവ് എന്നെ ആവിയാക്കി കളയുമോന്നാ എന്റെ പേടി. കണ്ണേട്ടൻ തന്ന സാരിയാ. ഈ സാരിക്കൊപ്പം ഈ നെക്ലസും ചേരുന്നുണ്ടല്ലേ? നിങ്ങൾക്കെന്താ ഇതുപോലുള്ള കളർ സെൻസ് ഒന്നും ഇല്ലാത്തത്? അല്ല, സെൻസേ ഇല്ല, പിന്നെ അതേപറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ പോട്ടെ, വിഷുവായിട്ട് ഒരു ജോഡി ഡ്രസ്സ് നിങ്ങൾക്കും കണ്ണേട്ടൻ എടുത്തു തന്നായിരുന്നല്ലോ, പിന്നെന്താ അതിടാത്തത്? എനിക്കതിടാൻ തോന്നിയില്ല. ഇത് നീ എനിക്ക് സെലക്ട് ചെയ്ത ഡ്രസ്സല്ലേ? ഇത് ഒരുപാട് തവണ ഇട്ടതല്ലേ? ഇന്ന് വിഷുവായിട്ട് വിഷുക്കോടിയല്ലേ ഇടേണ്ടത്? നീ കോടി ഇട്ടിട്ടുണ്ടല്ലോ, അതിന്റെ മോടി കൂട്ടാൻ കഴുത്തിലുണ്ടല്ലോ 4-5 പവന്റെ നെക്ലസ്. വിഷുവായിട്ട് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് കേട്ടോ. ഉണ്ണിയേട്ടാ, നിങ്ങക്ക് അസൂയ. നിങ്ങളെ കൊണ്ട് കഴിയാത്തത് മറ്റുള്ളവർ ചെയ്യുന്നത് കൊണ്ടുള്ള അസൂയ. വീൽ ചെയറിലിരിക്കുന്ന ആ മനുഷ്യനെ സമ്മതിച്ചു കൊടുക്കണം. സ്വന്തം അച്ഛൻ മരിച്ച ശേഷം അങ്ങേരെ എത്ര നന്നായിട്ടാ കമ്പനി നോക്കിയത്, കുടുംബം നോക്കിയത്. നിങ്ങളെ പഠിപ്പിച്ചതും ജോലി ശരിയാക്കിയതും ഒക്കെ അങ്ങേരാണെന്ന് എനിക്കറിയാം. എല്ലാം തന്നിട്ട് ഒരുപാട് മോഹിപ്പിച്ചിട്ട് ഒന്നും ഇല്ലാതാക്കി. അതെ, അതിന്റെ ദേഷ്യ നിങ്ങളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷുവായിട്ട് വഴക്ക് വേണ്ടെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? ഇനി വെറുതെ എന്നെ ചൊടിപ്പിക്കാൻ നിൽക്കാതെ നീ അങ്ങോട്ട് പോവാൻ നോക്ക്. അപ്പൊ നിങ്ങൾ വരുന്നില്ലേ? ഞാൻ വന്നോളാം. ശരി. അല്ല, ഡിറ്റക്റ്റീവ് അന്വേഷണം ഇന്നത്തോടെ അവസാനിപ്പിക്കുന്നാണല്ലോ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. പറഞ്ഞ വാക്ക് പാലിക്കുന്നവനായിരുന്നു എന്റെ ഹസ്ബൻഡ് എങ്കില് ഇത് കേൾക്കാൻ ഒരു രസം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് ഒരു ആകാംക്ഷയെങ്കിലും എനിക്കുണ്ടായേനെ. ഇവിടെ ഇപ്പൊ ചിരിക്കാനാ തോന്നുന്നത്. പിന്നെ നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ലല്ലോ. ചിരിച്ചോ, നീ ആവശ്യത്തിന് ചിരിച്ചോ. ചിലപ്പോ അതിന്റെ ഇരട്ടി വിഷമിക്കേണ്ടിയും കരയേണ്ടിയും വരും. അതെ, എന്റെ അച്ഛൻ ഇപ്പൊ വയ്യാതിരിക്കുന്നോണ്ട് അച്ഛന്റെ ക്വാറി നോക്കാൻ ആൾക്കാരൊന്നുമില്ല. ഞാൻ അച്ഛനോട് പറയാം, ഇവിടെ ഈച്ച അടിച്ചിരിക്കുന്ന മരുമോനെ ആ ജോലി ഏൽപ്പിക്കാൻ. അതങ്ങനെ അച്ഛനോട് പോയി ചെയ്യാൻ പറ. എന്റെ അപ്പൂപ്പനെ പറഞ്ഞാലുണ്ടല്ലോ. പറയാതിരിക്കണെങ്കിലേ നീ ഇത്തരം സംസാരം നിർത്തണം. ജോലിയൊന്നും ഇല്ലാത്തതിന്റെ ശ്വാസം മുട്ടല് നിങ്ങൾക്ക് ഒരുപാടുണ്ട്. അതുള്ളിൽ വെച്ചിട്ട് എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഒരു പണിയില്ലെങ്കിൽ കിട്ടുന്ന പണിക്ക് പോണം. അല്ലാതെ അന്യന്റെ തണലില് എന്നും ജീവിക്കാന്ന് കരുതരുത്.
ആഹാ, ഇന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ. അമ്മയ്ക്ക് ഈ സാരി നന്നായിട്ട് ചേരുന്നുണ്ട്. അതെയോ? ആ നല്ല വളയാണല്ലോ. മോളെ, അവൻ വാങ്ങിത്തരുമ്പോഴേ നല്ലതേ മേടിക്കത്തുള്ളൂ. അതെ അതെ, ഇതിനു മുമ്പ് അങ്ങനെ തന്നെയായിരുന്നു. മോനെ, ദേ നീ തന്ന വിഷുക്കോടിയും ഓർണമെന്റ്സും ഒക്കെയാ ഞങ്ങൾ ഇട്ടേക്കുന്നത്. ഇഷ്ടപ്പെട്ടല്ലോ രണ്ടാൾക്കും. ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ കണ്ണേട്ടാ? ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചതല്ലോ. ഇനിയിപ്പൊ എല്ലാ ആഘോഷങ്ങൾക്കും ഇതൊക്കെ പ്രതീക്ഷിക്കാം മോളെ. ഇവന്റെ കാര്യം അങ്ങനെയാ, സ്നേഹം കൂടി കഴിഞ്ഞാലേ എന്തും ചെയ്യും. ആ എടാ മോനെ, ഞങ്ങള് അമ്പലത്തിലേക്കൊന്ന് പോവാ. നീ വരുന്നുണ്ടോ? ആ ഇല്ലമ്മേ, ഞാനിന്ന് ജർമ്മനിയിൽ നിന്ന് വന്ന കൂട്ടുകാരന്റെ പെങ്ങളുടെ കല്യാണത്തിന് പോയായിരുന്നല്ലോ. അവിടുന്ന് ഞങ്ങള് കൂട്ടുകാരെല്ലാം കൂടെ ഒന്ന് ഒത്തുകൂടുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് അവിടുന്ന് കഴിക്കാന്ന് വിചാരിച്ചു. അയ്യോ, അപ്പോ വിഷുസദ്യ കഴിക്കാൻ കണ്ണേട്ടൻ വരില്ലേ? വരും, പക്ഷെ കുറച്ച് വൈകുന്നേ ഉള്ളൂ. ദേ എത്ര വൈകിയാലും നീ വന്നിട്ടേ ഞങ്ങള് കഴിക്കത്തുള്ളൂ. അതെ, അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്റെ വീട്ടിലോട്ടൊന്ന് പോണം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മോശം വിഷു കഴിഞ്ഞ വർഷത്തെ വിഷു ആയിരുന്നു. എന്നുവെച്ചാ അന്ന് കാഴ്ച കാണാൻ ഇവിടെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ. ഇത്തവണ എന്തായാലും അവളില്ല. അതൊരു വലിയ ആശ്വാസം തന്നെയാ. ആഹാ, എടാ നീ എന്താടാ വിഷുക്കോടിയല്ലേ ഇട്ടത്? അത് നല്ല വില കൂടിയ ഷർട്ടും മുണ്ടുവാ. അതുകൊണ്ട് ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഇടാന്ന് വിചാരിച്ചു. ഫംഗ്ഷൻ അല്ല ഞാനത് വാങ്ങിയത്. 2 ജോഡി വാങ്ങിയല്ലോ, അതിലൊരെണ്ണമെങ്കിലും നിനക്ക് ഇട്ടുകൂടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല കണ്ണേട്ടാ, എന്നും തലതിരിച്ചേ ചെയ്യൂ. അതിനുള്ള ബുദ്ധിയല്ലേ ഉള്ളൂ. ഏതായാലും ഈ പറയുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിയാണല്ലോ. കണ്ണേട്ടൻ അമ്പലത്തിലേക്ക് വരുന്നില്ലേ? ഇല്ലടാ, ഞാൻ ഉച്ചയ്ക്ക് സദ്യയുടെ സമയത്ത് വരാം. ഇത്തിരി വൈകിയാണെങ്കിലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേ അങ്ങനെ വന്നില്ലെങ്കിലേ ഇന്ന് ഞങ്ങൾക്ക് വിഷുസദ്യ ഉണ്ടാവില്ല, അല്ലേ മോളെ? അതെ, കണ്ണേട്ടനില്ലാതെ വിഷുസദ്യയുടെ മുന്നിൽ ഇരുന്നാലും കഴിക്കാൻ പറ്റില്ല. ഇന്ന് എന്തായാലുവേ ആ അനന്തുവിന്റെ വീട്ടിൽ ചെന്ന് നോക്കിയാ നമ്മൾ തേടി നടക്കുന്നവനെ കാണാൻ പറ്റും. ആരെ? ഹ, എടാ അവളുടെ കുഞ്ഞിന്റെ അച്ഛനെ. ദേ ഇന്ന് വിഷുവായിട്ട് എന്തായാലും അവൻ അവിടെ വരാതിരിക്കത്തില്ല. അത് ശരിയാ, ഇന്ന് അവൻ അവിടെ ഉറപ്പായിട്ട് വരും. ആ വരവാണ് ഞാനും കാത്തിരിക്കുന്നത്. അതേപ്പറ്റിയൊക്കെ എന്തിനാ അമ്മേ നമ്മളിനി സംസാരിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നേ? അതൊരടഞ്ഞ അധ്യായോ? അത് ശരിയാ അമ്മേ, അവിടെ ആരെങ്കിലുമൊക്കെ വരികയും പോവുകയൊക്കെ ചെയ്യട്ടെ. അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം കണ്ണേട്ടാ. ഉണ്ണേട്ടാ നടക്ക്. ശരി. ആ നീ ഇപ്പൊ തന്നെ ഇറങ്ങത്തില്ലേ മോനെ? ആ ഉടനെ ഇറങ്ങും. എന്നാ പിന്നെ പോവാ മോളെ, വാ. ശരി. സാരി കൊള്ളാല്ലേ? അതെ മോളെ. എടാ മോനെ പോവാം. അതെ, നിങ്ങൾ അമ്പലത്തിൽ വിട്ടിട്ട് എനിക്കൊരിടം വരെ പോവാനുണ്ട്. ഇത്ര അത്യാവശ്യമായിട്ട് നീ ഇതെങ്ങോട്ടാ പോന്നെ? എങ്ങോട്ടെങ്കിലും പോട്ടെ അമ്മേ. എനിക്കാണെങ്കിൽ ഒരുപാട് പൂജയും വഴിപാടൊക്കെ നടത്താനുണ്ട്. അതുകൊണ്ട് അമ്പലത്തിൽ ഒരുപാട് സമയം ചെലവഴിക്കണം. പിന്നെ നമുക്ക് അമ്പലത്തിന്റെ മുന്നിലുള്ള കടയിൽ നിന്ന് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നിൽക്കാം. അപ്പോഴേക്കും എത്തില്ലേ? ആ അതെത്തും. എനിക്കിതൊക്കെ കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലോട്ടൊന്ന് പോണം. അതെവിടെ വേണമെങ്കിലും കൊണ്ടുവിടാം. ദേ വിഷുവായിട്ട് സദ്യ കഴിക്കാനേ എല്ലാവരും ഇവിടെ വേണം. കഴിഞ്ഞ തവണ വിഷുവിനൊക്കെ കണ്ണനൊപ്പം അല്ല നമ്മളിരുന്നത്, അവനൊപ്പം മഹാലക്ഷ്മി ഉള്ളതുകൊണ്ട്. ഇത്തവണ അതല്ല സ്ഥിതി. അതിന് കണ്ണേട്ടൻ കൂട്ടുകാരന്റെ പെങ്ങളുടെ ഫംഗ്ഷന് പോകുന്നല്ലേ പറഞ്ഞത്? അതിനൊപ്പം സദ്യ കഴിക്കാൻ പരമാവധി വരാമെന്നും പറഞ്ഞല്ലോ. അങ്ങേര് എങ്ങോട്ടാ പോകുന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. എന്നാ പിന്നാലെ ചെല്ല്.
അതെ, നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ നോക്ക്. അല്ലാതെ ഞങ്ങളെയൊക്കെ ഇങ്ങനെ ശല്യം ചെയ്യരുത്. സംശയം ശരിയായിട്ട് വേണം അമ്മയുടെ മോനൊരു ഡിറ്റക്റ്റീവ് ഏജൻസി തുടങ്ങാൻ. എനിക്ക് വിഷുവായിട്ട് നല്ലൊരു നെക്ലസാ കണ്ണേട്ടൻ തന്നത്. അത് മാത്രമാണോ? നമുക്കൊക്കെ വാങ്ങിയ ഡ്രസ്സിന് എന്താ അമ്മ വില? മോളെ, അവൻ അങ്ങനെയാ. വാങ്ങുമ്പോ നല്ലത് നോക്കി അവൻ വാങ്ങൂ. വാ കേറ്. അതിനൊക്കെ ഇവിടെ ഒരാളുണ്ട്. എന്ത് വാങ്ങിയാലും അതിനൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടോ എന്ന് നോക്കും. അവസാനം വില കുറഞ്ഞ ഓൾഡ് സ്റ്റോക്കൊക്കെ ആയിരിക്കും വാങ്ങിക്കൊണ്ട് വരുന്നത്. അങ്ങനെ ഞാൻ നിനക്ക് എന്തെങ്കിലും വാങ്ങി തന്നിട്ടുണ്ടോ? ഒന്നും വാങ്ങി തന്നിട്ടില്ല. എന്നാലും വാങ്ങിയാൽ അങ്ങനെ വാങ്ങത്തുള്ളൂ എന്ന് പറയായിരുന്നു. ആരും അധികമൊന്നും സന്തോഷിക്കണ്ട. ഈ സന്തോഷമൊക്കെ കെട്ടടങ്ങാൻ അധിക നേരമൊന്നും വേണ്ട. അത് കെട്ടടങ്ങാതിരിക്കാനാ ഇപ്പൊ അമ്പലത്തിലോട്ട് പോകുന്നത്. എന്റെ അമ്മയുടെയും അതുപോലെ നിന്റെ അച്ഛന്റെയും മുത്തശ്ശിയുടെ ഒക്കെ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന കൊണ്ടാ എല്ലാം നമ്മുടെ വഴിക്ക് വന്നത്. ഇനി അതൊക്കെ ഇല്ലാതാക്കാനാ ഇവൻ നോക്കുന്നത്. ശരി ശരി, പോവാ. ഇത് എനിക്കെന്റെ മഹി വാങ്ങിത്തന്ന ഷർട്ടും മുണ്ടുവാ. വിഷുവിന് ഞാൻ കൊടുത്ത സാരി ഓർണമെന്റ്സ് ഇട്ടുകൊണ്ടായിരിക്കും അയാൾ നിൽക്കുന്നത്. ആ സമയത്ത് അയാൾ തന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് വേണമല്ലോ അയാളുടെ മുന്നിലേക്ക് ചെല്ലാൻ. നന്നായിട്ടുണ്ട് അല്ലേടാ? സൂപ്പർ. ഇനി സൂപ്പർ അല്ലെങ്കിലും ഇതിനേക്കാളും മൂല്യം എന്നെ സംബന്ധിച്ച് മറ്റൊന്നിനുമില്ല. വിഷുവായിട്ട് കാഴ്ച കാണരുതെന്ന് കരുതിയവരുടെ മുന്നിൽ തന്നെ വന്ന് ചാടി.
ഇവളുമാര് ഇവിടെ വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ നമുക്ക് മറ്റേതെങ്കിലും ഒരു ക്ഷേത്രത്തിലേക്ക് പോവായിരുന്നു. ഞാൻ എടുത്തോട് പറഞ്ഞതാ, തൊഴുത്തിട്ട് വലം വെച്ച് വന്നപ്പോ നട അടച്ചെങ്കിലും ദേവിയെ കണ്ടതല്ലേ, അതുകൊണ്ട് പോവാന്ന്. അപ്പൊ നട തുറന്ന് കണ്ടാലേ പോവുള്ളൂ എന്ന വാശിയായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്തായി? ദേ വരുന്നു ഏട്ടത്തെ ജീവനോടെ ദഹിപ്പിക്കാനായിട്ട് നടക്കുന്നവര്. നവാ, നീയൊക്കെ എന്തിനാടി ഇപ്പൊ തന്നെ വന്നത്? ആരാണ്ട് വിളിച്ചറിയിച്ച പോലെയാണല്ലോ ഞങ്ങള് വന്നപ്പോ തന്നെ പുറത്തേക്ക് ഇറങ്ങിയത്. ഇത് നിന്റെ തറവാട് സ്വത്തൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോ വരും പോവും. ആ നേരത്തെ ചിലപ്പോ കണ്ടെന്നൊക്കെ വരും. അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഈ വേഷങ്ങളെ കാണാൻ.